ഓല അമിഗോസ്, കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഞങ്ങൾ കുറച്ച് ബിസി ആയിരുന്നു. ഞങ്ങളേ നാട്ടിൽ പോവാ. ഏകദേശം 3 വർഷമാവാറായി ഞങ്ങൾ നാട്ടിൽ പോയിട്ട്. അപ്പൊ അതിന്റെ കുറച്ച് ഷോപ്പിങ്ങും പാക്കിങ്ങും ആയിട്ട് കുറച്ച് തിരക്കിൽ വിട്ടുപോയി. ഞങ്ങൾ 4 പേരും അതിനൊത്ത പെട്ടികളുള്ളത് കാരണം ഞങ്ങൾ ഒരു വലിയ ഊബർ ടാക്സി ബുക്ക് ചെയ്തിട്ടാണ് എയർപോർട്ടിലേക്ക് പോയത്. ഇത്തവണ ഞങ്ങൾ കുവൈറ്റ് എയർവേസിലാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തത്. ചെക്കിനും ബോർഡിംഗും ഒക്കെ വളരെ സ്മൂത്ത് ആയിരുന്നു കേട്ടോ. കുവൈറ്റ് എയർവേസിന്റെ സർവീസ് അധികമായിട്ടില്ല ബാഴ്സലോണയിൽ തുടങ്ങിയിട്ട്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി എയർവേസ് ആണെങ്കിലും ബാഴ്സലോണ ടു കുവൈറ്റ് വളരെ നല്ല സർവീസ് ആയിരുന്നു. ഫ്ലൈറ്റ് യാത്രയിൽ എൻ്റെ ഏറ്റവും വലിയൊരു എന്റർടൈൻമെന്റ് ഈ മാപ്പ് നോക്കിയിരിക്കൽ തന്നെയായിരുന്നു. കുവൈറ്റിൽ നിന്ന് ഞങ്ങൾക്ക് 1.5 മണിക്കൂറിന്റെ ട്രാൻസിറ്റ് ടൈം ആയിരുന്നു. അത് കാരണം അവിടെ അധികം നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല. കുവൈറ്റ് കൊച്ചി സർവീസ് വളരെ മോശം തന്നെയായിരുന്നു. ക്യാബിൻ ക്രൂസിന്റെ ആറ്റിറ്റ്യൂഡ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്തോ അവരുടെ ചെലവിൽ യാത്ര ചെയ്യണ പോലെ തന്നെയായിരുന്നു. മോന് തണുത്തപ്പോൾ ഞാനൊരു ബ്ലാങ്കറ്റ് ചോദിച്ചു. ആ ബ്ലാങ്കറ്റ് ചോദിച്ചതിന്റെ പേരിൽ ഇപ്പൊ വരാന്ന് പറഞ്ഞ പോയി ക്യാബിൻ ക്രൂ, പിന്നെ തിരിച്ചു വന്നിട്ടേ ഇല്ല. അതിനുശേഷം ഞാൻ അവിടെ ചെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു തീർന്നു പോയിന്ന്. ഈ ഒരു ഫ്ലൈറ്റിൽ എത്ര പാസഞ്ചേഴ്സ് ഉണ്ട് എന്നുള്ളതിന്റെ കൗണ്ട് അവർക്കുള്ളതാണ്. പിന്നെ എന്താണ് അവർ കറക്റ്റ് ആയിട്ട് ഇത് പ്രൊവൈഡ് ചെയ്യാത്തത് എനിക്ക് മനസ്സിലായില്ല. ഞാൻ ഈ ചെയ്യുന്നത് കമ്പാരിസൺ തന്നെയാണ്. ബാഴ്സലോണ ടു കുവൈറ്റ് അത്യാവശ്യം നല്ല സർവീസ് തന്നെയായിരുന്നു. അതേസമയം കുവൈറ്റ് കൊച്ചി വളരെ മോശം സർവീസ് തന്നെയായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരോടും ഒരുപോലെ എല്ലാവരും ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ 13 ഹവേഴ്സിന്റെ യാത്ര കഴിഞ്ഞ് ഞങ്ങൾ കൊച്ചിയിലെത്തി. ഇമിഗ്രേഷൻ ഒക്കെ വളരെ സ്മൂത്ത് ആയിരുന്നു. യാത്രയുടെ ക്ഷീണം എക്സൈറ്റ്മെന്റ് കാരണം എല്ലാവരുടെയും പോയി. എല്ലാവരും മീറ്റ് ചെയ്ത് വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു വെക്കേഷൻ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാണ്.